മാന്യ പ്രേക്ഷകർക്ക് ക്രിക്കറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നവംബറിൽ നടക്കാൻ പോകുന്ന IPL ലേലത്തിനെ കുറിച്ചാണ്. IPL 2026 IPL ഓപ്ഷൻ ഈ മാസം അവസാനമാക്കി നടക്കുക. ലഭിക്കുന്ന സൂചന പ്രകാരം നവംബർ ആദ്യമോ നവംബർ അവസാനമോ ആയിരിക്കും എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നിലവിൽ ഈ ലേലത്തിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ബ്രാൻഡ്സ് സൃഷ്ടിക്കുന്ന പഞ്ചേഴ്സി ടീം ഏതാണ് എന്നൊക്കെ പരിശോധിക്കാനുണ്ട്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തത്. അതായത് മിനി ഓപ്ഷനിൽ 5 കോടി രൂപയാണ് എല്ലാ ടീമുകൾക്കും പേഴ്സിൽ ഉണ്ടാവുക എല്ലാവർക്കും. അതുപോലെ കഴിഞ്ഞ ഓപ്ഷനിൽ ബാക്കി വന്ന തുകയും ഉണ്ടാകും. കൂടാതെ റിലീസ് ചെയ്യുന്ന താരങ്ങളുടെ തുകയും ഉൾപ്പെടുത്തും. വന്നിട്ടില്ല, അത് റിലീസ് ഡേറ്റിനെ അറിയുള്ളൂ. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന നിലവിലുള്ള ബാലൻസ് അനുസരിച്ച് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 14.8 കോടി രൂപ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാഗിലുണ്ട്. കാരണം നമുക്കെല്ലാം അറിയാം, അശ്വിൻ ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിനും IPL ഒക്കെ വിരമിച്ചിരിക്കുന്ന ടൈമാണ്. കഴിഞ്ഞ തവണ 7.9 കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു അശ്വിനെ പഴയ ടീമായ CSK തിരികെ വാങ്ങിയത്. മൂല്യത്തിന് ഒത്ത പ്രകടനം അശ്വിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അശ്വിനെ ഇനിയൊരു ഫ്രാഞ്ചൈസി എടുക്കാൻ സാധ്യതയില്ല എന്നുള്ള തിരിച്ചറിവായിരിക്കാം അശ്വിൻ വിരമിച്ചിട്ടുണ്ട്. ആ തുകയും അവിടെ ബാലൻസായി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഏകദേശം 15 കോടി രൂപ ഇവിടെയുള്ള ഒന്നാം സ്ഥാനത്ത് ചെന്നൈ വരാനും കാര്യമായത്. അശ്വിൻ്റെ തുകയ്ക്ക് പുറമെ ഇവിടെ ആ തുകയും വരുന്നു. അങ്ങനെയാണ് ചെന്നൈ കിങ്സ് ഒന്നാം സ്ഥാനത്ത് വരുന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് RCB ആണ്. 72 കോടിയാണ് RCBക്ക് കയ്യിലുള്ളത്. അതായത് കഴിഞ്ഞ ലേലത്തിൻ്റെ 75 ലക്ഷം രൂപ അവിടെയുണ്ട്. പഞ്ചാബ് കിങ്സാണ് അതിന് ശേഷം വരിക. പഞ്ചാബിൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ 3.5 കോടി രൂപ ബാലൻസ് ഉണ്ട്. അതായത് കഴിഞ്ഞ ഓപ്ഷനിൽ 35 ലക്ഷം രൂപ അവരുടെ ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് രാജസ്ഥാൻ റോയൽസ് 3 കോടി രൂപ, പിന്നീട് ഡൽഹി ക്യാപിറ്റല് 2 കോടി രൂപ, പിന്നെ അതിനുശേഷം മുംബൈ ഇന്ത്യൻസ് 5.20 കോടി രൂപ, ഗുജറാത്ത് ടൈറ്റൻസ് 5.1 കോടി രൂപ, LNC 5.02 കോടി രൂപ, അതുപോലെ തന്നെ KKR 5.02 കോടി രൂപ എന്നിങ്ങനെയാണ് കണക്കുകൾ. റിലീസ് ചെയ്യുന്ന താരങ്ങളുടെ മുമ്പുള്ള ഒരു ലിസ്റ്റാണ്. റിലീസ് ചെയ്യുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. കൊൽക്കത്ത ചിലപ്പോൾ മുന്നിൽ കയറാനും സാധ്യതയുണ്ട്. കൊൽക്കത്ത മുന്നിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വെങ്കടേഷ് അയ്യർ പോലെയുള്ള പല താരങ്ങളെയും കൊൽക്കത്ത റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ